ഒരു മനുഷ്യൻ ഒരു പ്രത്യേകതരം സർപ്പത്തെ തന്റെ ശരീരത്തിൽ ചുറ്റാൻ അനുവദിച്ചു. കാരണം ആ സർപ്പം ആരെയെങ്കിലും കടിക്കുകയാണെങ്കിൽ എത്ര മാരകമായ രോഗമുള്ള ആളാണെങ്കിലും അത്ഭുതകരമായി സുഖം പ്രാപിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് ഒരു സാധാരണ സർപ്പമായിരുന്നില്ല. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്രത്യേക ഔഷധ സസ്യങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ അതിനെ സ്വർണ്ണവെള്ളി സർപ്പം എന്ന് വിളിച്ചിരുന്നു. ആ സർപ്പത്തിന് അത്രയധികം ശക്തിയുണ്ടായിരുന്നു. മുറിവേറ്റ പാമ്പുകൾ പോലും അതിനടുത്ത് വന്നാൽ സുഖം പ്രാപിക്കുമായിരുന്നു. അവർ അതിനു ചുറ്റും ചുറ്റിപ്പിടിച്ച് തനിയെ സുഖം പ്രാപിക്കും. അതിനാൽ കാട്ടിലെ എല്ലാ പാമ്പുകളും ഈ സർപ്പത്തെ വലിയ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഈ സ്വർണ്ണവെള്ളി സർപ്പത്തെ പിടിക്കാൻ ശ്രമിച്ചാൽ കാട് മുഴുവനും അതിനെതിരെ ഒന്നിക്കും. പാമ്പുകൾ എല്ലാ വശങ്ങളിൽ നിന്നും പുറത്തുവന്ന് ആ വ്യക്തിയെ ആക്രമിക്കും. അങ്ങനെ അവർ അവരുടെ അത്ഭുത സുഹൃത്തിനെ സംരക്ഷിക്കുമായിരുന്നു. പീറ്റർ എന്നു പേരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വെച്ച് വലുതും അപകടകാരിയുമായ ഒരു കറുത്ത പെരുമ്പാമ്പ് അവനെ ആക്രമിച്ചു. പീറ്റർ നിലവിളിച്ചു, പക്ഷേ ആരും അറിഞ്ഞില്ല. അപ്പോൾ അവന്റെ അച്ഛൻ അവിടെ എത്തി മകനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ചു. എന്നാൽ ആ സമയത്ത് ആ വിഷമുള്ള പാമ്പ് അവനെ കടിച്ചു. വിഷം അത്രയധികം ശക്തമായിരുന്നു. അവന്റെ ശരീരം നീലനിറമായി മാറാൻ തുടങ്ങി. അപ്പോൾ ഒരു തിളക്കമുള്ള പാമ്പ് നിശബ്ദമായി അവിടെ നിന്നും പുറത്തു വന്നു. അതേ സ്വർണ്ണവെള്ളി സർപ്പം. അത് പീറ്ററിനെ നോക്കി അതിന്റെ നാവുകൊണ്ട് അവനെ ചെറുതായി ഒന്ന് തൊട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ പീറ്ററിന്റെ വിഷം പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്നാൽ ഈ അത്ഭുതകരമായ കാര്യം ഒരു ദയ കൊണ്ടുണ്ടായതല്ല. അത് ഒരു പഴയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. കാരണം 10 വർഷം മുമ്പ് പീറ്റർ വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് ഒരു ദിവസം അവൻ ഒരു ചെറിയ സ്വർണ്ണവെള്ളി സർപ്പത്തെ രക്ഷിച്ചു. അതിന് കുഞ്ഞ് ലൂണ എന്ന് പേരിട്ടു. പീറ്റർ ആ പാമ്പിനെ വളരെ സ്നേഹിച്ചു. അവൻ അതിനെ അവന്റെ അടുത്ത് കിടത്തി ഉറക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവന്റെ അച്ഛൻ ആ പാമ്പിനെ കണ്ടു. തന്റെ മകൻ ഒരു മാന്ത്രിക പാമ്പിനെയാണ് സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ ഭയന്ന് കോപത്തോടെ പറഞ്ഞു, അതിനെ ഉടൻ തന്നെ തുറന്നുവിടൂ. അത് നമുക്കൊരു ഭീഷണിയായി മാറിയേക്കാം. പീറ്ററിന് വളരെ സങ്കടമായി. പക്ഷേ അച്ഛനെ അനുസരിക്കാതിരിക്കാൻ അവന് ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ അവൻ ലൂണയുമായി കാട്ടിലേക്കോടി. അവൻ ലൂണയെ നദിക്കരികിൽ ഉപേക്ഷിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ ഇനി സംരക്ഷിക്കാൻ കഴിയില്ല, നീ ഇപ്പോൾ പോകണം. ലൂണ പോകാൻ തയ്യാറായില്ല. പീറ്ററിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവന് ലൂണയെ ഉപേക്ഷിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. അതേസമയം നൂറുകണക്കിന് കറുത്ത പാമ്പുകൾ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാവരും ലൂണയെ സംരക്ഷിക്കാൻ വന്നതായിരുന്നു. എന്നാൽ മനുഷ്യർക്ക് അപകടമുണ്ടാകുമെന്ന് ലൂണ മനസ്സിലാക്കിയപ്പോൾ ലൂണ സ്വയം അവിടെ നിന്ന് പോയി. സമാധാനപരമായി പാമ്പുകളും അവിടെ നിന്ന് പോയി. എന്നാൽ പീറ്ററിന്റെ ഹൃദയത്തിൽ ലൂണയുടെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു.